ആർദ്രമീ ധനുവാസ രാവിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകളിൽ ഒന്ന് ഇതായിരുന്നു. ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ പ്രിയ പത്നിക്കായി NN കക്കാട് എഴുതിയ ഭംഗിയുള്ളൊരു കവിത. പങ്കാളികൾക്കിടയിൽ തിരുവാതിരയ്ക്കുള്ള പ്രാധാന്യം വേറെയും പല കവികളും കുറിച്ചിട്ടുണ്ട്. ഇന്നും മുടക്കമില്ലാതെ അനേകം ആളുകൾ പിന്തുടരുന്ന തിരുവാതിരയുടെ ചില കാഴ്ചകൾ കണ്ടാലോ? കൂട്ടത്തിൽ തിരുവാതിരയെക്കുറിച്ച് ചില ചെറിയ അറിവുകൾ കൂടി പങ്കുവയ്ക്കാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ശിവപാർവതി പ്രധാനമായ ആഘോഷമാണ് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ഉത്സവം. വ്രതങ്ങളിൽ വെച്ച് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര വ്രതം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ ദിവസം പരമശിവന്റെ പിറന്നാൾ ആയതുകൊണ്ടാണ് അന്ന് തിരുവാതിര ആഘോഷം നടത്തുന്നത്. കൂടാതെ ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസം എന്നാണ് വിശ്വാസം. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കുന്നു. ഭഗവാൻ തന്റെ തിരുനാളാണ്. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ്. പാർവതീദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ പോയി തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിക്കൽ, നൊയമ്പ് നോൽക്കൽ, നാമജപം, തിരുവാതിരക്കളി, ഉറക്കമൊഴിപ്പ്, എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ. ശിവപാർവതി പ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഉത്സവം, തിരുവാതിരക്കളി, ഉമാമഹേശ്വര പൂജ, മറ്റ് വിശേഷാൽ പൂജകൾ, പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരത്തിൽ നടക്കാറുണ്ട്. ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിത്. മകയിരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മക്കൾക്ക് നല്ല ആയുസ്സും സൗഭാഗ്യങ്ങളും ഉണ്ടാവുന്നതിനാണ് മകയിരം നോയമ്പ് നമ്മൾ നോക്കുന്നത്. മകയിരം തിരുവാതിര നോക്കാറുണ്ട്. പിന്നെ പുണർതോ ആംഗളമാർക്ക് വേണ്ടിയിട്ട് പുണർതോ നോക്കണം എടുക്കുന്നവരുണ്ട്. മൂന്ന് ദിവസം അടുപ്പിച്ച് എല്ലാവർക്കും പറ്റില്ലാതെ 2 നിർബന്ധമായിട്ട് നോക്കും. ആയുസ്സിനും ആരോഗ്യത്തിനും കുട്ടികൾക്കും ഭർത്താവിനും, ഇനി ഭർത്താവില്ലാത്തവർക്ക് അടുത്ത ജന്മം വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. തിരുവാതിര വ്രതം എടുക്കുന്നവരും ആഘോഷിക്കുന്നവരും പ്രധാനമായും ഉപയോഗിക്കുന്ന വിഭവങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്നവയാണ്. പുരാതനമായ ആചാരങ്ങളിൽ അക്കാലത്ത് വിളവെടുക്കുന്ന വിളയിനങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. തിരുവാതിര ആഘോഷിക്കുന്ന കാലം വൃശ്ചികം, ധനുമാസങ്ങൾ കേരളത്തിൽ കിഴങ്ങുകളുടെ വിളവെടുപ്പ് കാലം ആയതിനാലായിരിക്കണം ഓരോ ദിവസവും ഓരോ കിഴങ്ങ് വർഗ്ഗമാണ് ഈ ആഘോഷത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. മകയിരം നാളിലാണ് എട്ടങ്ങാടി എന്ന വിഭവം ഉണ്ടാക്കുന്നത്. അതിൽ കടല, ചെറുപയർ, തുവര, മുതിര, ഗോതമ്പ്, ചോളം, ഉഴുന്ന്, മൺപയർ എന്നീ ധാന്യങ്ങളും കിഴങ്ങ്, കപ്പക്കിഴങ്ങ്, ഏത്തക്കായ, ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, കൂർക്ക എന്നീ കിഴങ്ങുകളും അടങ്ങിയിരിക്കുന്നു. ധാന്യങ്ങൾ വേവിച്ചെടുത്തും കിഴങ്ങുകൾ ചുട്ടെടുത്തുമാണ് ഉപയോഗിക്കേണ്ടത്. വിവാഹത്തിന് ശേഷം ദമ്പതികളുടെ ആദ്യത്തെ തിരുവാതിര ആഘോഷം പൂത്തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്നറിയപ്പെടുന്നു. ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ പാർവതി ദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും
തുടിച്ചും കുളിച്ചും നീരാടിയും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും ആനന്ദിച്ചതിന്റെ ഓർമ്മയ്ക്കായും അതിനെ അനുകരിച്ചുമാണ് മകയിരം തിരുവാതിര നാളും ചേർന്ന രാവിൽ തിരുവാതിര ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. അനുമാസപ്പാലാഴി തിരതുള്ളും പൂത്തിരുവാതിരയിൽ പാട്ടിലലിയും മാടിയുലയും പാതിരാവിനുലഹരി ധനുമാസ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് യുവർ ഒപ്പീനിയൻ. താങ്ക് യു.